Hello my dear students, welcome to the online class of Ideal English School. Ideal English സ്കൂളിലെ +1 വിദ്യാർത്ഥികൾക്ക് മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ SSLC എക്സാമിലൊക്കെ തിളക്കമാർന്ന വിജയം കൈവരിച്ചുകൊണ്ട് +1ലേക്ക് വന്നിട്ടുള്ള ഫസ്റ്റിലെ ദിവസമാണ്. ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ +1ലേക്ക് വരുമ്പോൾ ആകെയുള്ളത് 6 സബ്ജക്റ്റുകളാണ്. അറബിക് ഓർ മലയാളം, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ബയോളജി. നമ്മുടെ മെയിൻ സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആൻഡ് ബയോളജി, PCMB എന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിൽ എത്ര ചാപ്റ്ററുകളുണ്ട്, ഇന്ന് ഞാൻ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഏത് ചാപ്റ്റർ ആണെന്നൊക്കെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഞാൻ പറയാം. ഓക്കെ, ഫസ്റ്റ് ഡേ അല്ലേ, നമുക്ക് കുറച്ച് ബേസിക് കൺസെപ്റ്റുകളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ടോട്ടൽ നമുക്ക് +1 വരുന്നത് 16 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ടോട്ടലായിട്ട് വരുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ലീനിയർ ഇനീക്വാലിറ്റീസ്, permutations and combinations, binomial theorem, sequence and series, straight lines, conic sections, introduction to 3D. Then 13th one, limits and derivatives, mathematical reasoning, statistics and probability. ഇത്ര ചാപ്റ്ററുകളാണ് നമുക്ക് +1 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ, ഞാൻ നിങ്ങളുമായിട്ട് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചാപ്റ്റർ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, നമ്മളെ 5th ചാപ്റ്റർ ആണ്. കാരണം നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വളരെ ഫെമിലിയർ ആണ്, അതൊന്ന് പരിചയപ്പെടാം. അതോടൊപ്പം എന്താണ് കോംപ്ലക്സ് നമ്പർ എന്നും കൂടി വളരെ ഈസി ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ കാര്യമായി ഒന്നും പഠിക്കുന്നില്ല, കുറച്ച് നൊട്ടേഷൻസും ഡിനോട്ടേഷൻസും മാത്രമാണ്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ ഈസ് ബേസ്ഡ് ഓൺ സെറ്റ്സ്. സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബേസ് ചെയ്തിട്ടാണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഉള്ളത്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, കുറച്ചും കൂടി വൈഡ് ആയിട്ട് അതിൽ പഠിക്കുന്നുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എൻറ്റയർലി ഡിഫറെന്റ് ചാപ്റ്റർ ആണ്. ലീനിയർ ഇനീക്വാലിറ്റീസ് നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ നമ്മളൊരു നെയിം വെച്ച് പഠിച്ചിട്ടില്ല എന്ന് മാത്രം. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, വളരെ ഡിഫറെന്റ് ആണ്. സീക്വൻസ് ആൻഡ് സീരീസ്, ബൈനോമിയൽ തിയറം. ആക്ച്വലി ബൈനോമിയൽ തിയറം നമ്മൾ പഠിക്കുന്നുണ്ട്, അതും ലീനിയർ ഇനീക്വാലിറ്റി പോലെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നെയിം വെച്ച് പഠിച്ചിട്ടില്ല എന്ന് മാത്രം. സീക്വൻസ് ആൻഡ് സീരീസ് ഇത് നമുക്കറിയുന്നതാണ്, 10th AP ആൻഡ് GP നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്ററാണ്. സ്ട്രെയിറ്റ് ലൈൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് 10th ക്ലാസ്സിലെ. കോണിക് സെക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, പക്ഷേ ഒരു പുതിയ ചാപ്റ്റർ ആണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ, ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജിയോമെട്രി. ഇൻട്രൊഡക്ഷൻ ടു 3D എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷണൽ ജിയോമെട്രി. 3 ഡയമെൻഷണൽ ജിയോമെട്രി അതാണ് 12th ചാപ്റ്റർ. ഈസി ആയ ഒരു ചാപ്റ്റർ ആണ്. ദ നെക്സ്റ്റ് വൺ, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു ചാപ്റ്റർ ആണ്. മാത്തമാറ്റിക്കൽ റീസണിങ് പുതിയ ചാപ്റ്റർ ആണ്, എന്നാൽ രസകരമായ ഒരു ചാപ്റ്റർ ആണ്, കാര്യമായിട്ടൊന്നും പഠിക്കുന്നില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ബേസിക് ആയ കൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 5th ചാപ്റ്റർ ആയ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്ന് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അല്ല, ഒരു കൺസെപ്റ്റ്. മാത്തമാറ്റിക്സിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കുന്ന കുറച്ച് കൺസെപ്റ്റുകൾ ഉണ്ടല്ലോ, ആ ഒരു കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. പവേഴ്സ്. ഇപ്പൊ ഞാൻ എഴുതി, ഫസ്റ്റിലെ ഒരു പാർട്ട് എഴുതി, ഒരു നമ്പർ A എന്ന് പറയുന്ന നമ്പറിന്റെ പവർ 0 ആയി. A എന്ന് പറഞ്ഞാൽ ഏത് നമ്പർ ആണെങ്കിലും അതിന്റെ പവർ 0 ആണെങ്കിൽ അത് എന്തായിരിക്കും, 1 ആയിരിക്കും. ഇതിന്റെ പവർ 0 ആണെങ്കിൽ അത് എന്തായിരിക്കും, 1 ആയിരിക്കും. ഫസ്റ്റിലെ കൺസെപ്റ്റ് ആണ് കേട്ടോ. ഇനി രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഒരു നമ്പറിന്റെ പവർ A, B, any number, capital A, B, any number. A എന്ന് പറഞ്ഞാൽ ഏതൊരു നമ്പറും ആവാം, A, B, any number. A യുടെ പവർ 1 ആണെങ്കിൽ
ആ സംഖ്യക്ക് മാറ്റമൊന്നുമില്ല, അത് ആ സംഖ്യ തന്നെയാണ്. അടുത്തത് അതിന്റെ സ്ക്വയർ ആയാൽ അതിന് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? a ഇൻറ്റു എ എന്ന മോഡലിൽ റെപ്രസെന്റ് ചെയ്യാം. സിമ്പിൾ അല്ലേ? അടുത്ത മൂന്നാമത് റെപ്രസെന്റേഷൻ വരുന്നത് a റൈസ് ടു m ഇൻറ്റു അതേ നമ്പറിന്റെ ഡിഫറെന്റ് പവർ. a റൈസ് ടു m ഇൻറ്റു a റൈസ് ടു n എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് 2 സ്ക്വയർ ഇൻറ്റു 2 റൈസ് ടു 3 എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ കിട്ടി എഴുതാം. എങ്ങനെ എഴുതാം? 2 റൈസ് ടു 3 പ്ലസ് 2 ഈക്വൽ ടു 2 റൈസ് ടു 5 എന്ന രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ശരിയല്ലേ? ആ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് എഴുതാം? a റൈസ് ടു m പ്ലസ് n ആണെന്ന് എഴുതാം. ക്ലിയർ? നെക്സ്റ്റ് വൺ, മറ്റൊരു രീതി റൂട്ട് ഓഫ് a എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് a റൈസ് ടു 1/2 ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. a റൈസ് ടു 1/2 എന്ന് ഡിനോട്ട് ചെയ്യാം. a റൈസ് ടു 1/2 എന്ന് ഡിനോട്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ, അടുത്തൊരു കൺസെപ്റ്റ് ഞാൻ എഴുതി. എനി നമ്പർ a എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിനെ റൂട്ട് a ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. റൂട്ട് a ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് a ഇൻറ്റു റൂട്ട് a മോഡൽ തന്നെയല്ലേ? അതേ സംഖ്യ കൊണ്ട് 2 തവണ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ സ്ക്വയർ കിട്ടും അല്ലെ? ബേസിക് ആയ ഒരു കൺസെപ്റ്റ് ആണ്. ഒരു നമ്പർ താഴെയാണ് ഇങ്ങനെ നിൽക്കുന്നത് 1/a/n ആണെങ്കിൽ ഈ താഴെയുള്ള പവറിനെ മുകളിലേക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആരെ യൂസ് ചെയ്യാം? a പവർ മൈനസ് n എന്ന് കൊടുത്താൽ മതി. ഒരു നമ്പറിന്റെ പവർ താഴെയാണെങ്കിൽ അത് നമുക്ക് മുകളിലേക്ക് എഴുതണമെന്നുണ്ടെങ്കിലേ അതിന്റെ പവറിൽ ഒരു മൈനസ് ഇട്ടുകൊണ്ട് അയാൾ നമുക്ക് ന്യൂമറേറ്റൊക്കെ എഴുതാം. കുഴപ്പമൊന്നുമില്ല, തെറ്റിപ്പോവില്ല. ഓക്കെ, അടുത്തത് അങ്ങനെയാണെങ്കിൽ ഈ 1/a നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? 1/a എന്ന് പറഞ്ഞാൽ a റൈസ് ടു 1 അല്ലടാ. ഒരു സംഖ്യയുടെ പവറിനുള്ളിൽ മേലെ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ പവർ 1 ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു a റൈസ് ടു -1. ഇങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു കൺസെപ്റ്റിനായി a/b എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യും? ഇത് വെച്ച് ഞാൻ ഡിനോട്ട് ചെയ്തു a ഇൻറ്റു b റൈസ് ടു -1 എന്ന് എഴുതി. ഇനി നമുക്ക് അടുത്തൊരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് ട്രിഗണോമെട്രി അല്ലെങ്കിൽ കോർഡിനേറ്റ് ജിയോമെട്രി എന്നുള്ളതാണ്. ഞാൻ അതിനെ എന്ത് ചെയ്തു? ഇങ്ങനെ ഡിനോട്ട് ചെയ്തു. ഇത് x ആക്സിസ്, ഇതതിന് മൈനസ് ആക്സിസ്, y ആക്സിസ് ആയി, ഇതിന്റെ നേരെ നെഗറ്റീവ് y മൈനസ് ആക്സിസ് ആയി. ഇവിടെ ആരായി മാറി? 0 0 ആയി മാറി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമുലയാണ് ഡിസ്റ്റൻസ് ഫോർമുല കേട്ടോ. ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ d ഈക്വൽ ഞാൻ ഡയറക്റ്റ് എഴുതാണ്. ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇനി അടുത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഒറിജിനിൽ നിന്നും, അതായത് ഇപ്പോ ഒരു പോയിന്റ് ആരുണ്ട്? xy എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടെന്ന് സങ്കല്പിക്കാം. ഈ xy എന്ന് പറയുന്ന പോയിന്റ് ഈ ഒറിജിനുമായിട്ട് ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ. അതെപ്പോഴും ആരായിരിക്കും? √x² പ്ലസ് y² ആയിരിക്കും. √x² പ്ലസ് ആരായിരിക്കും? y² ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് എപ്പോഴും കോർഡിനേറ്റ് ജിയോമെട്രിയിൽ ഉണ്ടായിരിക്കേണ്ട കൺസെപ്റ്റ് ആണ്. റെഡി ആണെന്ന് വിചാരിക്കണം കേട്ടോ. ഇനി അടുത്തൊരു മോഡല്, ഇനി അടുത്തതാണ് ട്രിഗണോമെട്രിയിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ ആംഗിൾസുകളെ ഞാൻ ഒന്ന് ഫെമിലിയറൈസ് ചെയ്യണം. ആംഗിളുകളെ ഞാൻ ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു XY ആക്സിസ് വരച്ചു. X ആക്സിസ്, Y ആക്സിസ്, Y മൈനസ് വരച്ചു, X മൈനസ് വരച്ചു, ഇവിടെ പോയിന്റ് ആക്കി ഒരു സർക്കിൾ ഇങ്ങനെ കൺസിഡർ ചെയ്തു. ഇതൊക്കെ എന്താണ്? റൈറ്റ് ട്രയാങ്കിൾസ് ആണ്, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾസ് ആണെന്ന് പറയാം നമുക്ക് അല്ലെ? ഇതൊക്കെ റൈറ്റ് ആംഗിൾസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒരാൾ ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ ഇവിടെ എത്തിയാൽ ഇയാൾ എത്ര മൂവ് ചെയ്തു? 2π മൂവ് ചെയ്തു എന്ന് വിളിക്കാം നമുക്ക്. എത്ര മൂവ് ചെയ്തു? 2π മൂവ് ചെയ്തു എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, എത്ര മൂവ് ചെയ്തു? 2π മൂവ് ചെയ്തു. റെഡി ആണെന്ന് വിചാരിക്കണം കേട്ടോ. അതായത് സർക്കിളിലെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ സർക്കിളിലൂടെ വാക്ക് ചെയ്ത് കിട്ടുന്ന ആ ഡിസ്റ്റൻസിനെയാണ് സർക്കിളിലെ സർക്കംഫറൻസ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ 0 ആയിട്ട് കൺസിഡർ ചെയ്തു. 0 ഡിഗ്രി. ഇവിടെ 90 ഡിഗ്രി അല്ലേ ഉണ്ടാവുക? ഇവിടെ എങ്ങനെയാ? റൈറ്റ് ട്രയാങ്കിൾ അല്ലേ?
ഈ റൈറ്റ് ആംഗിൾ ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്ന ഇവിടെ 150 ഡിഗ്രി കേട്ടോ. ഇതിങ്ങനെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ എത്ര ഡിഗ്രി ആയി? 270 ഡിഗ്രി എന്ന് നമുക്ക് വിളിക്കാം. 270 ഡിഗ്രി എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇത് നമുക്ക് വിളിക്കാം 270 ഡിഗ്രി. ഭാഗത്ത് എത്ര ഉണ്ട്? 270 ഡിഗ്രി ഉണ്ടെന്ന് നമുക്ക് വിളിക്കാം. അപ്പോ ഒരാൾ ഫുള്ളായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്നാൽ അയാൾ എത്ര കറങ്ങി? 2π കറങ്ങി. ആ 2π നമുക്ക് എന്താന്ന് വിളിക്കാം? 360 ഡിഗ്രി ആണെന്ന് വിളിക്കാം. 360 ഡിഗ്രി. ഇനി നമ്മൾ അവിടെ പൈനെ റെപ്രസെന്റ് ചെയ്തു. പൈനെ റെപ്രസെന്റ് ചെയ്തത് എന്ത് മുഖേനയാണ് പൈനെ റെപ്രസെന്റ് ചെയ്ത്? സർക്കിൾ മുഖേന അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് എന്തും കൂടി വിളിക്കാം, ഒരു സർക്കുലാർ മെഷർ എന്ന് വിളിക്കാം. നമുക്ക് എന്ത് വിളിക്കാം? സർക്കുലാർ മെഷർ. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പൈയുമായി ബന്ധപ്പെട്ടിട്ട് എഴുതുന്ന റിസൾട്ടുകൾ അല്ലെങ്കിൽ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് സർക്കുലാർ മെഷർ. സർക്കുലാർ മെഷർ എന്നാണ് അതിനെ വിളിക്കുക. അവനെ എഴുതുന്നത് ശ്രദ്ധിക്കാം. 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 2π ആണെന്ന് പറഞ്ഞല്ലോ. 360ന്റെ പകുതിയല്ലേ 180 എന്ന് പറഞ്ഞാല്? 150 എത്രയാണ്? അപ്പൊ നമുക്ക് പൈ ആണെന്ന് എഴുതിക്കൂടെ? ഇതിന്റെ നേരെ പകുതി പയ്യടാ. അപ്പൊ ഇതിന്റെ നേരെ പകുതി വീണ്ടും 90 ഡിഗ്രി. ഇത് എത്രയായി? π/2 ആയി. പിന്നെ ഇവിടെ നമുക്ക് 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. ഇങ്ങനെ പൈ എഴുതുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയൻ. റേഡിയൻ മെഷർ എന്നാണ് വിളിക്കുക. ആംഗിളുകളെ ചുമ്മാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു പേര് വിളിക്കുകയാണ്. ആംഗിളിന് റേഡിയൻ മെഷർ എന്ന്. അതേപോലെ ഇപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചിരുന്നത് ഡിഗ്രിയാണ്. അപ്പൊ ഞാൻ സർക്കിളുമായിട്ടാണ് കണക്ട് ചെയ്തപ്പോൾ അതിന് റേഡിയൻ മെഷർ അല്ലെങ്കിൽ സർക്കുലാർ മെഷർ എന്നെങ്കിൽ വിളിക്കാം കേട്ടോ. റേഡിയൻ മെഷർ അഥവാ സർക്കുലാർ മെഷർ. റേഡിയൻ മെഷർ അഥവാ സർക്കുലാർ മെഷർ. ഓക്കെ, റെഡി. 0 ഡിഗ്രിനെ ഇവിടെ നമുക്ക് ഡിഗ്രി, ഞാൻ ചുമ്മാ അങ്ങനെ എഴുതി 0 ഡിഗ്രി. ഇവിടെ നമുക്ക് എഴുതുന്നത് റേഡിയൻ മെഷർ. ഇവിടെ നമ്മൾ എഴുതുന്നത് റേഡിയൻ മെഷർ. 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 0. 30 ഡിഗ്രീനെ നമ്മൾ റേഡിയനിൽ പൈന്റെ ലാംഗ്വേജിൽ പറഞ്ഞതാണ് π/6 എന്നാണ് പറയാം. പൈന്റെ ലാംഗ്വേജിൽ വിളിക്കുന്നതാണ് π/6. ഇനി 45 ഡിഗ്രീനെ നമുക്ക് എങ്ങനെ വിളിക്കാം? π/4 എന്ന് റെപ്രസെന്റ്. ശ്രദ്ധിക്കണം കേട്ടോ, π/4 എന്ന് റെപ്രസെന്റ് ചെയ്യാം. 60 ഡിഗ്രീനെ നമുക്ക് എങ്ങനെ വിളിക്കാം? π/3 ആണെന്ന് നമുക്ക് വിളിക്കാം. 60 ഡിഗ്രി എങ്ങനെ വിളിക്കാം? π/3 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അടുത്തത് 90 ഡിഗ്രീനെ വീണ്ടും π/2 എന്ന് എഴുതാം. 180 ഡിഗ്രീനെ നമുക്ക് എന്ത് ചെയ്യാം? π എന്ന് എഴുതാം. 360 ഡിഗ്രീനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 2π എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇത്ര കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. സ്റ്റാൻഡേർഡ് ആംഗിൾസ് ആണ് കേട്ടോ. ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യാം? ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്താകാം. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ട്രയാങ്കിൾ വരച്ചു. ഒരു ചുമ്മാ റൈറ്റ് ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യും. ദാറ്റ് ഈസ് എ ബി ആൻഡ് സി. ദ ആംഗിൾ ഈസ് കൺസിഡേർഡ് ആസ് എക്സ്. ആംഗിളിനെ ഞാൻ കൺസിഡർ ചെയ്തു, എക്സ് എന്ന് കൺസിഡർ ചെയ്തു. ഈ എ എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിനെ സ്മാൾ ലെറ്റർ എ എന്നും, ബി എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് സ്മാൾ ലെറ്റർ ബി എന്നും, സിന്റെ ഓപ്പോസിറ്റ് സ്മാൾ ലെറ്റർ സി എന്ന് പറഞ്ഞു. ഇനി നമുക്ക് അറിയുന്ന റിസൾട്ടുകളാണ് സൈൻ എക്സ്. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? എ ആണ്. ഹൈപ്പോട്ടന്യൂസ് ആരാണ്? ബി ആണ്. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ആരാണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. എക്സിന്റെ അഡ്ജസന്റ് സൈഡ് ആരാ? സി ആണ്. ഹൈപ്പോട്ടന്യൂസ് ആരാണ്? ബി ആണ്. ആൻഡ് ടാൻ എക്സ്. ടാൻ എക്സിന്റെ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, അഡ്ജസന്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് കേട്ടോ. പറഞ്ഞാൽ മാറിപ്പോയി, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ആരാ? എ ആണ്. അഡ്ജസന്റ് സൈഡ് ആരാ? സി ആണ്. ഇനി ഞാൻ ഇതിനൊന്ന് മാറ്റി എഴുതി കാണിച്ചു തരാം. ഇതിന് ഞാൻ ചുമ്മാ ഒന്ന് മാറ്റി എഴുതി കാണിച്ചു തരാം. ടാൻ എക്സ് എന്ന് പറഞ്ഞതിനെ എനിക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ ആരാണ്? കോസ് എക്സ് ആണ്. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഓക്കെ, എന്ന് പറഞ്ഞാൽ എ ബൈ ബി ആണ്. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എ ബൈ ബി ആണ്. സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എ ബൈ ബി എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? ദാറ്റ് ഈസ് ഈക്വൽ ടു സി ബൈ ബി ആണ്. ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോഴേ എ ബൈ ബി ഇൻറ്റു രണ്ട് ഫ്രാക്ഷനുകളെ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഫ്രാക്ഷൻ ഇൻറ്റു രണ്ടാമത്തെ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ. രണ്ടാമത്തെ ഫ്രാക്ഷന്റെ
റെസിപ്രോക്കൽ. അപ്പോ ബി ബൈ സി ബൈ ബിയുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ അത് ആരായി? ബി ബൈ സി ആയി. ബിയും ബിയും ക്യാൻസൽ ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായി മാറി? ഈ എ ബൈ സി ആരുടെ വാല്യൂ ശരിക്ക്? ടാനിന്റെ വാല്യൂ. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ടാൻ എക്സ് എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെയും കൂടി ഡിനോട്ട് ചെയ്യാം, സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന രൂപത്തിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. എങ്ങനെ ഡിനോട്ട് ചെയ്യാം? സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന രൂപത്തിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇനി ഞാൻ വീണ്ടും സിമ്പിൾ ആയ ഒരു കൺസെപ്റ്റും കൂടി പറയാണ്. എടാ ഇത് ഒരു എക്സ് വൈ ആക്സിസ് ആണെന്ന് സങ്കല്പിക്കുക കേട്ടോ. ഒരു എക്സ് വൈ ആക്സിസ് ആണെന്ന് സങ്കല്പിക്കുക. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ എക്സ് വൈ ആക്സിസിനെ ഞാൻ 4 ഭാഗമാക്കി തിരിച്ചു. ഈ ഭാഗം ഫസ്റ്റ് എന്നും, ഇത് ഞാൻ സെക്കൻഡ് എന്ന് വിളിച്ച്, ഇതിനെ തേർഡ് എന്ന് വിളിച്ച്, ഇതിനെ ഫോർത്ത്. ഏതെങ്കിലും ഒരു പ്ലെയിനിനെ 4 ഭാഗമാക്കി തിരിക്കുകയാണെങ്കിൽ അതിൽ ഒരു പാർട്ടിന് വിളിക്കുന്ന പേരാണ് ക്വാഡ്രന്റ്. അതിൽ ഒരു പാർട്ടിന് നമുക്ക് എന്ത് പേര് വിളിക്കാം? ക്വാഡ്രന്റ് എന്ന് വിളിക്കാം കേട്ടോ. അതിന് നമുക്ക് എന്ത് പേര് വിളിക്കാം? ക്വാഡ്രന്റ് എന്ന് വിളിക്കാം. അപ്പൊ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ആൻഡ് ഫൈനലി ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പൊ ഒരു എക്സ് വൈ പ്ലെയിൻ ഉണ്ടെങ്കിൽ, അതിൽ 4 ക്വാഡ്രന്റുകൾ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഇങ്ങനെ തന്നെ പഠിക്കണം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഈ ഒരു രൂപത്തിൽ ഇങ്ങനെ പഠിക്കാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നുള്ള രൂപത്തിൽ തന്നെ പഠിക്കുകയും ചെയ്യാം. ഫസ്റ്റ് ക്വാഡ്രന്റിലെ 2 ആക്സിസും പോസിറ്റീവ്, എക്സും വൈയും പോസിറ്റീവാണ്. രണ്ടാമത്തേൽ വരുമ്പോൾ എക്സ് നെഗറ്റീവ് ആണ്, വൈ പോസിറ്റീവ് ആണ്. മൂന്നാമത്തേൽ വരുമ്പോഴേ എക്സ് നെഗറ്റീവ് ആണ്, വൈ എന്താണ്? നെഗറ്റീവ് ആണ്. റെഡി? നാലാമത്തേൽ വരുമ്പോ എക്സ് എന്താണ്? പോസിറ്റീവ് ആണ്, ഇങ്ങോട്ടാണ് ചാടിയത്. വൈ ആരാണ്? നെഗറ്റീവ് ആണ്. ഈ ഒരു കൺസെപ്റ്റും കൂടി ഓർമ്മിച്ച് വെക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതി, ഫൈൻഡ് ദ ക്വാഡ്രന്റ് ഓഫ്, ഒരു പോയിന്റ് എഴുതി, -4 3. ഇത് ഏത് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത്? ഇതിൽ നോക്കിക്കേ. ആദ്യം മൈനസ് പിന്നെ പ്ലസ്, ആദ്യം മൈനസ് പിന്നെ പ്ലസ്. ഏത് ക്വാഡ്രന്റിലാണ്? ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. റെഡി? അപ്പൊ ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്. അപ്പൊ ഞാൻ ഇതിന്മേൽ ചെറിയ മാറ്റം വരുത്തി, ഇവിടെയും കൂടി മൈനസ് കൊടുത്തു. ഇതിപ്പോ ഏത് ക്വാഡ്രന്റിലായി മാറി? 2 മൈനസ് ആയപ്പോൾ ഇത് ഏത് ക്വാഡ്രന്റായി? യെസ്, തേർഡ് ക്വാഡ്രന്റ്. റെഡി അല്ലേ? തേർഡ് ക്വാഡ്രന്റ്. റെഡി? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ഈ 4 എന്നുള്ളത് -4 എന്നുള്ളത് +4 ആക്കി. അപ്പൊ ആദ്യം പ്ലസ് പിന്നെ മൈനസ്. ഈ മോഡലായി. ഈ മോഡലാണെങ്കിൽ ഏത് ക്വാഡ്രന്റിലേക്ക് മാറി? ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് മാറി. പറയുന്നത് ഈസി അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ. ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ക്യാച്ച് ചെയ്ത് വെക്കുക. ഇത്ര കാര്യങ്ങളാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തതുള്ളത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ മൈനസ് വന്നാൽ എന്താ സംഭവിക്കുക? ഒരു പുതിയ ഐഡന്റിറ്റിയാണ്, ഒരു പുതിയ ഒരു എക്സ്പ്ലനേഷനാണ്. നമ്മൾ +1ലേക്ക് വരുമ്പോൾ ഏറ്റവും ബേസിക് ആയി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളുടെ ചാപ്റ്ററിന്റെ പേരാണ് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഇവിടെ കോംപ്ലക്സ് നമ്പേഴ്സ് കംസ് ഫ്രം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ആര് വരുന്നത്? കോംപ്ലക്സ് നമ്പേഴ്സ് എവല്യൂഷൻ വരുന്നത്. ഞങ്ങളുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു ഇക്വേഷനുകളെ പരിചയപ്പെടുത്തി. ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ഇക്വേഷൻസ് ഉണ്ട്. ലീനിയർ ഇക്വേഷൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ക്യൂബിക് ഇക്വേഷൻസ്, ഇതൊക്കെ ഉണ്ടല്ലോ അല്ലെ? അപ്പൊ ഞാൻ എങ്ങനെ എഴുതി? x - 2 = 0. അപ്പൊ ഇവിടെ നമുക്ക് x = എന്തെന്ന് എഴുതാം? 2 എന്ന് എഴുതാം. ഈ 2 എന്നുള്ള വാല്യൂ ഇക്വേഷന്റെ റൂട്ട് ആണെന്ന് വിളിക്കാം. ഈ 2 എന്നുള്ള വാല്യൂ ഇക്വേഷന്റെ റൂട്ട് ആണെന്ന് നമുക്ക് വിളിക്കാം. കുഴപ്പമില്ലല്ലോ. കാരണം ആ ഇക്വേഷന്റെ എക്സിന് കൊടുക്കുമ്പോൾ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതെന്തായാലും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. ഇവിടെ 2 കാണുമ്പോൾ ഇവിടെ നമ്മൾ 2 - 2 = 0 റെഡിയായി, ഇക്വേഷൻ റെഡിയായി. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കല്? സൊല്യൂഷൻ ആണെന്ന് വിളിക്കുക. അങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ ഇതൊന്ന് പറഞ്ഞു നോക്കൂ. x + 100 = 0. x + 100 = 0. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞേ. ഇക്വേഷന്റെ സൊല്യൂഷൻ പറ. x = -100 is the സൊല്യൂഷൻ, അഥവാ ഇതിന് നമുക്ക് എന്ത് പേര് വിളിക്കാം? റൂട്ട് ആണെന്ന് വിളിക്കാം. റെഡി? x² + 100 = 0. x² + 100 = 0 ആണെങ്കിൽ x² = -100 അല്ലേ? അപ്പൊ x √(-100) പ്രശ്നമായി. ഒരു പുതിയ നമ്പറിനെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എ ന്യൂ നമ്പർ. അതേത് നമ്പർ ആണെന്ന് നമുക്ക് നോക്കാം. x² + 1 = 0 ആണെങ്കിൽ x² ഒന്ന് സോൾവ് ചെയ്യടാ. x² സോൾവ് ചെയ്യുന്ന സമയത്ത് x² = -1 അല്ലേ?
അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓവർ -1. ഇവിടെ നമുക്ക് എഴുതുന്ന സമയത്ത് റൂട്ടിന്റെ ഉള്ളിൽ മൈനസ് വന്നാൽ ദർ ഇസ് നോ സൊല്യൂഷൻ എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത്. ദർ ഇസ് നോ സൊല്യൂഷൻ. ഈ നമ്പറിനെ നമ്മളൊരു പേര് വിളിക്കുകയാണ്. ഈ നമ്പറാണ് ദാറ്റ് ഈസ്, ഈ ഒരു നമ്പറിനെ റൂട്ട് ഓവർ -1 എന്ന് പറയുന്ന ഈ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയോട്ട. ഈ നമ്പറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അയോട്ട എന്നാണ് ഈ നമ്പറിന് വിളിക്കുക. ഈസ് കോൾഡ് ആൻ ഇമാജിനറി നമ്പർ. ഇങ്ങനെ ഒരു നമ്പർ ശരിക്കില്ല, പക്ഷെ നമ്മൾ ഇമാജിനറി ചെയ്യാണ്. ഈസ് കോൾഡ് ദ ഇമാജിനറി നമ്പർ എന്നാണ് വിളിക്കുക. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ അയോട്ട ഈസ് ഡിനോട്ടഡ് ബൈ ഐ, സ്മോൾ ലെറ്റർ ഐ ഇസ് എ ഗ്രീക്ക് ലെറ്റർ. ഇത് എന്ത് ലെറ്റർ ആണ്? ഒരു ഗ്രീക്ക് ലെറ്റർ ആണ് അയോട്ട എന്ന് പറഞ്ഞാൽ. ദ നമ്പർ ഈസ് കോൾഡ് ഇമാജിനറി നമ്പർ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു റൂട്ടിന്റെ അകത്ത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നമ്പറുകളൊക്കെ ആരായിരിക്കും? ഇമാജിനറി നമ്പറുകളായിരിക്കും. റൈറ്റ്, ആ നമ്പറുകളൊക്കെ ആരായിരിക്കും? ഇമാജിനറി നമ്പറുകളായിരിക്കും. ഓക്കെ, നമുക്ക് ഡെഫിനിഷനിലോട്ട് ഒന്ന് പോയി നോക്കാം. വളരെ സിമ്പിൾ ആയ കൺസെപ്റ്റ് ആണ്. റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് ഉണ്ടോ, അത് ഇമാജിനറി നമ്പർ. ഇഫ് ദ സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് നെഗറ്റീവ് then such that the number is called imaginary. ഒരു നമ്പറിന്റെ സ്ക്വയർ അല്ലാണ്ടെങ്കിൽ സ്ക്വയർ ഓഫ് എ നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഇമാജിനറി നമ്പർ എന്നാണ് അതിനെ വിളിക്കുക. റൈറ്റ്, ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ ഐ. ആ ലെറ്ററിനെ സൂചിപ്പിക്കുന്നതാണ് ഐ. റീഡ് ആസ് അയോട്ട. ഇതിനെ വായിക്കൽ എന്താണ്? അയോട്ട ഇസ് എ ഗ്രീക്ക് ലെറ്റർ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഐ is equal to root of -1 ആണെന്ന് പറഞ്ഞു. ശരിയല്ലേ? അപ്പൊ ഇതിന്റെ അടുത്തൊരു മോഡലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ എഴുതി റൂട്ട് ഓഫ് -4 എന്ന് പറയുന്നതിന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം. -4 ശരിക്കും സൊല്യൂഷൻ ഇല്ല എന്നായിരുന്നു. ഇപ്പൊ നമുക്ക് സൊല്യൂഷൻ ഉണ്ടായി. ഇതിനെ -4i എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? -4 റൂട്ട് ഓവർ -4 എന്നുള്ളതിനെ ഇമാജിനറി നമ്പർ ആണ്. റൂട്ടിനുള്ളിൽ നെഗറ്റീവ് ഉണ്ട്. ഇസ് ആൻ ഇമാജിനറി. ഇതാരായി മാറി? ഒരു ഇമാജിനറി നമ്പർ ആണ്. റൈറ്റ്, ഇതൊരു ഇമാജിനറി നമ്പർ ആയതുകൊണ്ട് റൂട്ട് ഓഫ് 4i എന്ന് പറഞ്ഞാൽ 4ന്റെ റൂട്ട് 2i എന്ന് എഴുതാം. വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം നമുക്ക്. അപ്പൊ അടുത്തത് നിങ്ങളൊന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞേ, -81. -81 നമുക്ക് എങ്ങനെ ഇമാജിനറി പാർട്ട് റെപ്രസെന്റ് ചെയ്യാം? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓവർ 81 ഇൻറ്റു i. ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായി മാറി? 9i എന്ന് എഴുതാം. ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇമാജിനറി നമ്പർ ആണ്. ഓക്കെ, ഇമാജിനറി പാർട്ടാണ്. അടുത്തതൊന്നും കൂടി എഴുതി. അടുത്തൊരു മോഡൽ ഞാൻ എഴുതി, ഒന്നുകൂടി എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓവർ -100 റൂട്ട് ഓവർ +100. +100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 10 ആണ്. ശരിയല്ലേ? +100 എന്ന് പറഞ്ഞാൽ അത് +or -10 ആണെന്നൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ -100 റൂട്ടിന്റെ ഉള്ളിൽ മൈനസ് ഉണ്ട്, പ്രശ്നമാണ്. റൂട്ടിന്റെ ഉള്ളിൽ മൈനസ് വന്നാൽ അതിനെങ്ങനെ എഴുതുക? റൂട്ട് ഓഫ് 100 ഇമാജിനറി അയോട്ട, റൂട്ട് ഓഫ് 100 അയോട്ട ഈക്വൽ ടു 10i എന്ന് എഴുതി. റൈറ്റ്, അടുത്തത് നമുക്ക് ഇതുപോലെ നമുക്ക് കുറെ എഴുതാം. വളരെ സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓവർ -36. ദാറ്റ് ഈസ് റൂട്ട് 36 ഈക്വൽ ടു 6i is an imaginary number. ഓക്കെ, അടുത്ത ഞാൻ എഴുതി റൂട്ട് ഓഫ് അടുത്ത നമ്പർ. വൺ മോർ എക്സാമ്പിൾ, സിമ്പിൾ ആയിട്ട് അടുത്ത നമ്പർ എന്ന് പറഞ്ഞു നോക്കൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 -25 is equal to റൂട്ട് ഓഫ് 25i ഈക്വൽ ടു 5i. ഇതൊക്കെ ഇമാജിനറി നമ്പറുകളാണ്. അപ്പോൾ റൂട്ടിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിനൊക്കെ നമുക്ക് എന്താക്കി മാറ്റാം? ഇമാജിനറി നമ്പറുകളാക്കി മാറ്റാം കേട്ടോ. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ കൂടി എഴുതി. റൂട്ട് ഓഫ് -5, റൂട്ട് ഓഫ് എന്തായി മാറി? -5. അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ എഴുതുക? ഇവിടൊക്കെ ഫുള്ള് സ്ക്വയർ ഉള്ളത് മാത്രം നമ്മൾ എഴുതിയത്. അപ്പൊ ഇതിനെങ്ങനെ എഴുതുക? ഒന്നും പേടിക്കാനില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതുക? റൂട്ട് 5i. യെസ്, ഈസി അല്ലേ? ഇതാണ് ഇമാജിനറി നമ്പർ എന്ന് പറഞ്ഞത്. അടുത്തൊരാൾ എഴുതി, ഞാൻ വീണ്ടും എഴുതി റൂട്ട് 3 -3. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 3i. റൂട്ട് -2 ഈക്വൽ ടു റൂട്ട് 2i. വെരി സിമ്പിൾ. ഓൾ ആർ ഇമാജിനറി. ഓൾ ആർ ഇമാജിനറി. അപ്പൊ ഇമാജിനറി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റൂട്ടിനുള്ളിൽ ആരുണ്ടായാൽ മതി? ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇമാജിനറി നമ്പറാണ്. പക്ഷേ അവിടെ i എന്ന് പറയുന്നത് ആരാണ്? റൂട്ട് -1 ആണ് എന്ന് മറക്കാൻ പാടില്ല കേട്ടോ. റൂട്ട് -1 അയോട്ട എന്ന് പറയുന്ന നമ്പറിനെയാണ് നമ്മൾ റൂട്ട് ഓവർ -1 is equal to i. അയോട്ട മീൻസ് is a Greek letter. Read as iota denoted by small letter i. Is it clear? i equal to root of -1 ആണെങ്കിൽ i square എന്ന് പറഞ്ഞാൽ എന്താടാ?
ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് -1 ഹോൾ സ്ക്വയർ അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ശ്രദ്ധിക്കണം കേട്ടോ. അതായത് സ്ക്വയറുള്ള നമ്പറിന് സ്ക്വയർ ചെയ്തപ്പോൾ സ്ക്വയർ റൂട്ട് പോയി -1 ആയി. ഇനി ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇവിടെ ജനറലൈസേഷൻ ചെയ്യും. എഴുതി ഐ സ്ക്വയർ ഇൻറ്റു ഐ എന്ന് എഴുതി. ഐ ക്യൂബിന് എനിക്ക് ഐ സ്ക്വയർ ഇൻറ്റു ഐ എന്ന് റെപ്രസെന്റ് ചെയ്യുക. കാരണം നമ്മൾ എ ക്യൂബിന് നമ്മൾ എങ്ങനെ എഴുതറാ, എ സ്ക്വയർ ഇൻറ്റു എ എന്നൊക്കെ നമുക്ക് എഴുതിക്കൂടെ. അതേ ഫോർമാറ്റിൽ ഇവിടെ ഐ സ്ക്വയർ ഇൻറ്റു ഐ. ഐ സ്ക്വയറിന്റെ വാല്യൂ നമുക്കറിയാം -1 ആണ്, ഇൻറ്റു ഐ എന്ന് എഴുതി. അപ്പോൾ ഐ ക്യൂബിന്റെ വാല്യൂ -i ആണ്. റെഡി. അടുത്തത് i⁴ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ എന്ന് എഴുതാം. i⁴ ഞാൻ ഇങ്ങനെ ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ എന്ന് എഴുതി ഈക്വൽ ടു ഐ സ്ക്വയറിന്റെ വാല്യൂ -1. റെഡിയാണ്, നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഐ സ്ക്വയറിന്റെ വാല്യൂ വീണ്ടും -1. കുഴപ്പമൊന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്താം, 1 എന്ത് ചെയ്താം. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, i⁴ വാല്യൂ 1 ആണെന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ അവിടെ ഒരു കാര്യം കൂടി ജനറലൈസ് ചെയ്യാണ്. 1 എന്ന് പറയുന്ന നമ്പറിന്റെ പവറിൽ ആര് തന്നെയാണെങ്കിലും ആ 1 തന്നെയാണ്, അവിടെ മാറ്റമൊന്നും ഉണ്ടാവില്ല. മാത്സിലല്ല, നമ്മൾ ജനറൽ ആയിട്ട് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ നമ്മൾ പഠിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്. 1 എന്ന് പറയുന്ന നമ്പറിന്റെ പവറിൽ ആര് വന്നാലും അത് 1 തന്നെയാണ്. ഓക്കെ, ഞാൻ എഴുതുകയാണ്. i⁴ എന്ന് പറഞ്ഞാൽ 1 കിട്ടി. അപ്പൊ ഞാൻ ഇനി അടുത്ത i⁵ എഴുതി കാണാൻ വേണ്ടി എഴുതി കേട്ടോ. i⁴ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഈ i⁴ വാല്യൂ 1 അല്ലേ, അപ്പൊ 1 ഇൻറ്റു ബാക്കി ഒരാളും കൂടി ഐ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ. i⁵ വാല്യൂ ഐ ആയി. ഇനി i⁵ വാല്യൂ ഒക്കെ ഏത് 4നേക്കാൾ വലിയ ഐക്ക് ഏതൊരു പവർ 4നേക്കാൾ വലുത് വന്നാലും അവിടെയൊക്കെ നമ്മൾ ആരെ എക്സ്പ്രസ് ചെയ്യുക, അതിന്റെ ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു i⁻6 സോറി i⁻ ആരായി മാറി 2 എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു i⁻4ന്റെ വാല്യൂ 1 ഇൻറ്റു ഐ സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഐ സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഇതാ അവിടെ കാണാൻ വേണ്ടിയിട്ട് ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു -1 ആണ്. ഐ സ്ക്വയർ എന്താണ്, -1 ആണ്. അപ്പൊ ഞാൻ ഇവിടെ എക്സ്പ്രസ് ചെയ്യാം കേട്ടോ. ഐ സ്ക്വയറിന്റെ വാല്യൂ ആരാണ്, -1 ഇൻറ്റു -1 ഈസ് ഈക്വൽ ടു -1. റെഡി. ഇനി അടുത്തത് i⁻7 എന്ന് പറഞ്ഞാൽ എന്താ, i⁻4 ഇൻറ്റു ഐ ക്യൂബ് അല്ലേ, 4 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു i⁻4 എന്ന് പറഞ്ഞാൽ 1. ഐ ക്യൂബിന്റെ വാല്യൂ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഐ ക്യൂബിന്റെ വാല്യൂ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ -i ആണ്, റൈറ്റ്, -i. അപ്പൊ നമുക്ക് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ഡിസ്കസ് ചെയ്യാം. 1 ഇൻറ്റു ദാറ്റ് ഈസ് ഈക്വൽ ടു -i ഈക്വൽ ടു -i. ഇസ് ഇറ്റ് ക്ലിയർ? അടുത്തത് i⁻8 എന്ന് പറഞ്ഞാൽ i⁻4 എനിക്ക് എങ്ങനെ എഴുതറാ, i⁻4 ഇൻറ്റു 2 എന്ന് എഴുതിക്കൂടെ, കുഴപ്പമില്ലല്ലോ. ഈക്വൽ ടു ഇത് mn മോഡലായി. അപ്പൊ i⁻4 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് i⁻4 എന്ന് പറഞ്ഞാൽ 1ന്റെ ഏത് പവർ 1 തന്നെയാണ്, കുഴപ്പമില്ല. ഇനി അടുത്തത് ആര് വരും? ഇനിയിപ്പോ ഞാൻ ഇവിടെ ചോദിക്കുകയാണ് എന്നോട് ഒരു നെക്സ്റ്റ് വൺ ഒരു 18 ചോദിച്ചു. 18 ഞാൻ 4ന്റെ ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യാം. 18 4ന്റെ ലാംഗ്വേജിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, 4 ഇൻറ്റു 4 18 ഈക്വൽ ടു 4 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 16 + 2 ആയി. ഇങ്ങനെ എനിക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇതിനെ പ്ലസ് 4 ഇൻറ്റു 4 + 2 ഇതിനെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, i⁻4 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 4⁻4 ഇൻറ്റു ഐ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 1ന്റെ പവറിൽ ആരുമാണ് മൈൻഡ് ചെയ്യേണ്ട, ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഐ സ്ക്വയറിന്റെ വാല്യൂ -1. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം എഴുതാം. അടുത്തൊരു വാല്യൂ ഞാൻ വീണ്ടും വൺ മോർ എക്സാമ്പിളും കൂടി എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു i⁻25. i⁻25 എനിക്ക് 25 മാറ്റി 4ന്റെ ലാംഗ്വേജ് എഴുതി. 4 ഇൻറ്റു 6 + 1 റെഡി അല്ലേ? അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം, i⁻4 ഇൻറ്റു 6 + 1 എന്നുള്ളതിന് എങ്ങനെ എഴുതാം, i⁻4 ഇൻറ്റു 6 ഇൻറ്റു ആരായി മാറി ഐ എന്ന് എഴുതാം, i⁻1 കുഴപ്പമില്ലല്ലോ. ദാറ്റ് ഈസ് i⁻4 ഹോൾ റൈസ് ടു 6 ഇൻറ്റു ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ വാല്യൂ 1ന്റെ ഏത് പവറിലും ഒരു മൈൻഡും ചെയ്യേണ്ട, ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ആയി മാറി. ദാറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് ജനറലൈസ് ചെയ്ത് ഞാൻ ഒരു കൺസെപ്റ്റ് എഴുതുകയാണ്. ഇഫ് n ഈസ് എനി ഇൻറ്റീജർ, n എന്ന് പറഞ്ഞാൽ ഏതൊരു ഇൻറ്റീജർ ആണെങ്കിലും n ഏതൊരു ഇൻറ്റീജർ ആണ്, പക്ഷെ കണ്ടീഷൻ 4നേക്കാൾ കുറച്ച് വലുതായ മതി. വി ക്യാൻ എക്സ്പ്രസ് ഇവിടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം n എന്ന് പറയുന്ന നമ്പറിനെ എങ്ങനെ 4m + r എന്ന മോഡലിൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാം. n എങ്ങനെ റെപ്രസെന്റ് ചെയ്താൽ മതി, 4m + r എന്ന് പറഞ്ഞാൽ m ഈസ് എനി നമ്പർ ആൻഡ് r ഈസ് ദ റിമൈൻഡർ എന്ന് പറയാം.
ഒരു നമ്പറിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ r എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താന്ന് വിളിക്കാം, റിമൈൻഡർ ആണെന്ന് പറയാം, റിമൈൻഡർ. അപ്പൊ നമ്മളവിടെ 25നെ ഇവിടെ ജസ്റ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. 25ന് 4 ഉണ്ട്, ആ 6 × 4 24, ദാറ്റ് ഈസ് 1. ഈ 1 എന്ന് പറയുന്ന ആളാരാ, റിമൈൻഡർ ആണ്, ഇത് റിമൈൻഡർ ആണ്. ഓക്കെ, അടുത്തത് m എന്ന് പറഞ്ഞ ഡിവൈസറാണ്. ക്ലിയർ? അപ്പൊ ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഏതൊരു നമ്പർ ഐയുടെ പവറിൽ i⁻n ഉണ്ട്, അത് ഏത് മോഡലാണ് ഉണ്ടാവുക, 4m + r മോഡലാണെങ്കിൽ ഇതിനെ ആകെ ആരെ നോക്കിയാൽ മതി, i⁻r ഈക്വൽ ആയിരിക്കും. നമ്പർക്കാർക്ക് ഈക്വൽ ആയിരിക്കും, i⁻r ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമുക്ക് പിന്നെ നമ്മൾ പവർ ഓഫ് ഐയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് നോക്കിയാൽ ഒന്നും കൂടി ഈസി ആയി മാറും. i⁻7 നമ്മൾ ചെയ്തു കഴിഞ്ഞു. സെക്കൻഡ് പ്രോബ്ലം i⁻19 + i⁻9 + i⁻19. മൂന്നാമത്തെ പ്രോബ്ലം i⁻−39. ദെൻ ഫോർത്ത് പ്രോബ്ലം നോക്കൂ, പ്രൂവ് ദാറ്റ്. ഇത് നമുക്ക് പ്രൂഫ് ആക്കണം. എന്താണെന്ന്, 0 ആണെന്ന്. i⁻107 + i⁻112 + i⁻117 + i⁻122 = 0. സെയിം ക്വസ്റ്റ്യൻ ആണ്, രണ്ടും സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം i⁻4നേക്കാൾ വലുതാണെങ്കിൽ 4ന്റെ ലാംഗ്വേജിൽ എഴുതാം. നമുക്ക് 7 എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം, 4 × 1 + 3 എന്ന് എഴുതാം. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു i⁻7 = i⁻4 + 3, ദാറ്റ് ഈസ് ഈക്വൽ ടു i⁻4 × i⁻3. ഐന്റെ വാല്യൂ √-1. i⁻4 വരെ ഒന്ന് ബൈഹാർട്ടാക്കണം കേട്ടോ. i² - 1 i³ എന്ന് പറഞ്ഞാൽ -i⁻4 എന്ന് പറഞ്ഞാൽ 1. ഇത്ര ഫോർമുലകൾ നമ്മൾ ബൈഹാർട്ട് ആയിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു i⁻4ന്റെ വാല്യൂ എന്താ, 1 × i³. i³ വാല്യൂ എന്താ, ദാറ്റ് ഈസ് ഈക്വൽ ടു -i. വാല്യൂ ഈസ് -i. 1 × -i, ദാറ്റ് ഈസ് ഈക്വൽ ടു -i. കുഴപ്പമില്ലല്ലോ, ഈസി അല്ലേ? അടുത്തൊരു പ്രോബ്ലം നോക്കാം. i⁻19 + i⁻9. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, i⁻9 + i⁻19. ഇവിടെ നമ്മൾ ഒക്കെ കൂടി സ്പ്ലിറ്റ് ചെയ്യല്ല ചെയ്യേണ്ടത്. ഇവിടെ ചെറിയ ആളാരാ, അയാളെ കണ്ട് പുറത്തേക്ക് എടുക്കുക, ബാക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്കഷൻ ചെയ്യാം. ഈക്വൽ ടു, ഞാൻ ഇവിടെ ചെറിയ നമ്പർ i⁻9 ആണ്, ആ i⁻9 ഞാൻ പുറത്തേക്ക് എഴുതി. അപ്പൊ ഇവിടുന്ന് i⁻9, അതായത് AB + BCയിൽ നിന്ന് ബിനെ പുറത്തേക്ക് എടുത്താൽ ഇവിടുന്ന് ബി പോകുന്നു, ബാക്കി അവിടെ ആരുണ്ടാവുക, എ ഉണ്ടാവും, പ്ലസ് അവിടെ ആരുണ്ടാവും, ഒരു സി ഉണ്ടാവും. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാണ്, സ്പ്ലിറ്റ് ചെയ്യാണ്. i⁻9ൽ നിന്നും i⁻9 പുറത്തേക്ക് വന്ന ബാക്കി ആരുണ്ടാവുക, 1 ഉണ്ടാവും, പ്ലസ് i⁻19ൽ നിന്നും ആരെ പുറത്തേക്ക് എടുക്കുകയാണ്, i⁻19 നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, i⁻10 + 9 എന്ന് എഴുതാം. ഇതിനെ i⁻10 × i⁻9. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇവിടുന്ന് ഒരു i⁻9 പുറത്ത് വന്ന ബാക്കി അവിടെ ആരുണ്ടാവും, i⁻10 ഉണ്ടാവും. ഈക്വൽ ടു, ഈ i⁻9 എനിക്ക് ഇങ്ങനെ എഴുതാം, 4 + 5 എന്ന് എഴുതാം. ശരി, ക്ലിയർ? വലിയ ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഈക്വൽ ടു 1 + i⁻4 × 2 + 2 എന്ന് എഴുതി. 4 × 2 എന്ന് പറഞ്ഞാൽ 8 + 2 എന്ന് പറഞ്ഞാൽ 10 ആയി മാറി. 4⁻9 എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ എഴുതി, 4 + 9 എന്ന് എഴുതി. അല്ലെങ്കിൽ i⁻9 നമുക്ക് എങ്ങനെ എഴുതാം, 4 × 2 + 1 എന്ന് എഴുതാം. കുഴപ്പമില്ല. 1 + ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞേ, ദാറ്റ് ഈസ് ഈക്വൽ ടു i⁻4² പ്ലസ് ആരായി മാറി, i². റെഡി ആണെന്ന് വിചാരിക്കണം കേട്ടോ. i² എന്ന് എഴുതി. ഈക്വൽ ടു i⁻4 × 2 എന്ന് പറഞ്ഞാൽ i⁻4² × ആരായി, i ആയി മാറി, ഇൻറ്റു 1 + i⁻4, ദാറ്റ് ഈസ് ഈക്വൽ ടു i². ഈക്വൽ ടു, ഇവിടെ ആര് മാത്രം ഉണ്ടാവും, i. ഈ വാല്യൂ 1 ആയി പോയി, നോക്കേണ്ട ആവശ്യമില്ലല്ലോ. i⁻4ന്റെ വാല്യൂ 1 ആയി. പ്ലസ് ആരായി, 1 + i²ന്റെ വാല്യൂ -1. 1 + -1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു i × 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഒരു നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കംപ്ലീറ്റ്ലി 0 ആയി മാറി. റെഡി അല്ലേ? കുഴപ്പമില്ലല്ലോ. അടുത്തൊരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. i⁻39. ഈ പ്രോബ്ലം ഞാൻ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് പറഞ്ഞിരുന്നു. a⁻n ആണെങ്കിൽ 1/a⁻n എന്ന് എഴുതാം നമുക്ക്. ശരിയല്ലേ? അപ്പൊ ഞാൻ എഴുതുന്നത് ശ്രദ്ധിക്കുക കേട്ടോ, എഴുതുന്നത് ശ്രദ്ധിക്കുക. i⁻39 എന്നുള്ളതിന് ഞാൻ എഴുതി 1/i⁻39. ഇതിപ്പോ എന്താ ചെയ്യാ,
ഡിനോമിനേറ്ററിലാണ് പവർ എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണം. ഐയുടെ പവർ താഴെ വരികയാണെങ്കിൽ എന്താ താഴെയുള്ള ആളെ മുകളിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിലേ ഒരു കാര്യം നമുക്കറിയാം, 4ന്റെ മൾട്ടിപ്പിൾ ഇവിടെ ഈ 39ന്റെ തൊട്ടടുത്തുള്ള 4ന്റെ മൾട്ടിപ്പിൾ ഏതാ? 39ന്റെ നെയ്ബർ ആയിട്ടുള്ള 4ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 40 അല്ലേ? അപ്പൊ ഇതിന് എനിക്ക് 40 താഴെയുള്ള ആളെ 1 ആക്കി കഴിഞ്ഞാൽ എനിക്ക് മേലേക്ക് എഴുതാം. അതിനു വേണ്ടി ഞാൻ എഴുതുകയാണ് മൾട്ടിപ്ലൈ ആൻഡ് അതേപോലെ ഞാൻ എന്ത് ചെയ്യാണ്, ഈ കോൺസ്റ്റന്റിന് അതേപോലെ ഞാൻ എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്തു അതേ എലമെന്റിന് എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാവുക? I ഇൻറ്റു മുകളിൽ I ഇൻറ്റു 1 എന്നായി, താഴെ I⁻39 ഇൻറ്റു I, മുകളിലും താഴെ ഒരു I മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ I⁻1 ആണ്. അപ്പൊ താഴെ 1 ഇൻറ്റു I എന്ന് പറഞ്ഞാൽ I ആയി. I⁻39 ഇൻറ്റു I⁻1 എന്ന് പറഞ്ഞാൽ ഈ മോഡൽ അല്ലടാ. I⁻39 ഇൻറ്റു I⁻1 എന്ന് പറഞ്ഞാൽ I⁻39 പ്ലസ് 1 അല്ലേ? I⁻39 പ്ലസ് 1 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ എന്തായി മാറി? I⁻40 ആയി മാറി. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന് എഴുതുകയാണ് I⁻40 എന്ന് എഴുതി കേട്ടാ. അപ്പൊ ഇതിനെങ്ങനെ എഴുതി? എനിക്ക് I/I⁻14 എനിക്ക് എങ്ങനെ എഴുതാ? 10 ഇൻറ്റു 4 എന്ന് എഴുതിക്കൂടെ? 10 ഇൻറ്റു 4 പ്ലസ് 0 അല്ലേ? അപ്പൊ I⁻40 എന്നുള്ളതിന് എനിക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? I⁻4 ക്ലിയർ? I⁻4 1 ഇത് 1 ആണ്, പവർ 1 ആണ്, ഒന്നും നോക്കാല്ലേ 1 ആയി. അപ്പൊ താഴെയുള്ള ആള് 1 ആയി, ഈക്വൽ ടു ആൻസർ ആരായി? I ആയി മാറി. ശ്രദ്ധിക്കുക കേട്ടോ, ചെയ്തത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തൊരു ചോദ്യം. I⁻107 I⁻112 I⁻117 I⁻122 ഇതില് ഏറ്റവും ചെറിയ നമ്പർ ഏതാ? ആ നമ്പറിനെ പുറത്തേക്ക് എടുക്കുക. ഇത് ഷോ ചെയ്യേണ്ട പ്രോബ്ലം ആണ്. നമുക്ക് ഈ ഒരു ഭാഗം പ്രൂഫ് ആക്കിയിട്ട് 0 ആക്കണം, അപ്പോഴാണ് നമ്മൾ ആൻസർ ശരിയാവുക. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആവണം. പ്രൂവ് ദാറ്റ് എന്നുള്ള ചോദ്യം കണ്ടാൽ അതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആക്കുക എന്നുള്ള സിസ്റ്റമാണ്. അപ്പൊ ഞാൻ അതിന് ആരെടുത്തു? പുട്ട് LHS. ശ്രദ്ധിക്കുക കേട്ടോ, ചോദ്യം ശ്രദ്ധിക്കുക. പുട്ട് LHS ആരാ? I⁻107 പ്ലസ് I⁻112 പ്ലസ് I⁻117 പ്ലസ് I⁻122. അപ്പോ ഇതിലെ ഏറ്റവും ചെറിയ നമ്പർ I⁻107. I⁻107 ഞാൻ പുറത്താക്കി. അപ്പൊ ആരുണ്ടാവുക? I⁻107 പോന്നു. ബാക്കി 112 ബാക്കി 107 എത്ര ഉണ്ട്? I⁻5 പ്ലസ് 117 ആണെങ്കിൽ I⁻10 പ്ലസ് I⁻107 22 നിന്ന് 107 കുറഞ്ഞ 22 നിന്നും 7 കുറഞ്ഞാൽ എത്ര ആയി മാറി? 13 ആയി മാറി. ദാറ്റ് ഈസ് ഈക്വൽ ടു 13 പ്ലസ് 2 ദാറ്റ് ഈസ് ആരായി? 15 ആയി. കുഴപ്പമില്ലല്ലോ. 15ലേക്ക് 107 ആഡ് ചെയ്താൽ 122 ആയി. ഈസ് ഇറ്റ് ക്ലിയർ? റെഡി? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യുന്നത് I⁻107 1 പ്ലസ് ഈ I⁻5 എനിക്ക് I⁻4 ഇൻറ്റു ഇങ്ങനെ എഴുതാം. കുഴപ്പമില്ലല്ലോ. I⁻10 ഞാൻ ഇങ്ങനെ എഴുതിയടാ, I⁻4 ഇൻറ്റു 2 ഇൻറ്റു I² പ്ലസ് I⁻15 എനിക്ക് എങ്ങനെ എഴുതാം? I⁻15 എനിക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 3 ഇൻറ്റു ആരായി മാറി? I³ 4 3 12 3 15. ഓക്കെ, റെഡിയായി. ഈക്വൽ ടു I⁻107 ഇൻറ്റു ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞേ 1 പ്ലസ് ഇവിടെ 1 ആയി I മാത്രം പ്ലസ് ഇവിടെ ഇത് വാല്യൂ 1 ആ, കാരണം 4 മൾട്ടിപ്പിൾ അല്ലേ 1 ആയി. I² എന്ന് പറഞ്ഞാൽ -1 അറിയണം കേട്ടോ. ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ച സെയിം ഫോർമുല I² -1 ദെൻ പ്ലസ് എഴുതി. അടുത്ത വാല്യൂ ഓക്കെ I³ എന്ന് പറഞ്ഞാൽ -I. ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ, ഇവിടെ 1 ഉണ്ട് -1 ഉണ്ട് I ഉണ്ട് -I ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു I⁻107 ഇൻറ്റു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതന്നെയല്ലേ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കിട്ടിയിട്ടുള്ളത്? ഇതന്നെയല്ലേ നമുക്ക് തെളിയിക്കേണ്ടത്? ചെക്ക് ചെയ്ത് നോക്കൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആയി മാറി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു 0 ഈക്വൽ ടു RHS. പ്രൂവ് ദാറ്റ്, ഷോ ദാറ്റ് എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പൊ എന്തായി? ഹെൻസ് പ്രൂവ്ഡ്. റെഡി അല്ലേ? കുഴപ്പമില്ലല്ലോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇവിടെ ഏറ്റവും ചെറിയ ആളെ പുറത്തേക്ക് എടുക്കേ.
ഇത് നമുക്ക് ഷോ ചെയ്യാൻ തന്നെയാണ് ലെഫ്റ്റ് സൈഡ്. ഞാൻ എഴുതി ലെഫ്റ്റ് സൈഡ് എടുത്തു. ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ I raised to n പ്ലസ് I raised to n plus 1 പ്ലസ് I raised to n plus 2 പ്ലസ് I raised to n plus 3. ഏറ്റവും ചെറിയ ആൾ ഇവിടെ I അല്ലേ, ഞാൻ അതിനെങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ I raised to n പ്ലസ് I raised to n into I. കുഴപ്പമില്ലല്ലോ, പവറിനെ സ്പ്ലിറ്റ് ചെയ്യാട്ടോ, പവറുകളെ സ്പ്ലിറ്റ് ചെയ്യലാണ് പരിപാടി. പ്ലസ് I raised to n into I സ്ക്വയർ. ബുദ്ധിമുട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, കൺഫ്യൂഷൻ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ദെൻ പ്ലസ് എഴുതി. നെക്സ്റ്റ് വൺ ആരാണ്? I raised to n into ആരായി? I cube ആയി മാറി. ഡൗട്ട് വരുന്നുണ്ടോ എന്ന് വീണ്ടും ശ്രദ്ധിക്കണം. റെഡിയാണെന്ന് വിചാരിക്കണം. ഇവിടെയുള്ള വാല്യൂസ് ഒക്കെ നമുക്കറിയാം. അതിന്റെ വാല്യൂ നമുക്കറിയാം, അതിന്റെ വാല്യൂ അങ്ങനെ തന്നെ നിന്നോട്ടെ. അടുത്തത് I സ്ക്വയറിന്റെ വാല്യൂ നമുക്കറിയാം, -1 ആ. I ക്യൂബിന്റെ വാല്യൂ നമുക്കറിയാം, അത് -I ആണ്. ഈ രണ്ട് കൺസെപ്റ്റ് വെച്ച് വളരെ പെട്ടെന്ന് ഉത്തരം എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ I ഉണ്ട്, I raised to n ഒക്കെ ടേമിൽ I raised to n ഉണ്ട്. ഞാൻ ഈ I raised to n പുറത്താക്കി. സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് I raised to n ൽ നിന്നും I raised to n പുറത്ത് വന്ന 1 ഉണ്ടാവുള്ളൂ കേട്ടോ. ബാക്കി ഇവിടുന്ന് I raised to n പുറത്ത് വന്ന ബാക്കി I ഉണ്ടാവും. പ്ലസ് എഴുതി. I raised to n പുറത്ത് വന്ന ബാക്കി ആരാണ്? I സ്ക്വയർ ആയി. പ്ലസ് എഴുതി. ബാക്കി ആരുണ്ടാവുക? I ക്യൂബ് ഉണ്ടാവും. ഇത്ര കാര്യങ്ങൾ നമുക്ക് റെഡിയായി. ഇനി അടുത്തത് ഈക്വൽ ടു I raised to n ഇവിടെ എഴുതിയാൽ യെസ് 1 പ്ലസ് I, ഈ പ്ലസ് എഴുതി. ഇനി I സ്ക്വയറിന്റെ വാല്യൂ എന്താ? -1 പ്ലസ് എഴുതി. I ക്യൂബിന്റെ വാല്യൂ എന്താ? സെയിം പ്രോബ്ലം, പ്രീവിയസ് പ്രോബ്ലം സെയിം. I raised to n into 1 cancel, I cancel, that is equal to 0 is equal to 0 is equal to ആരായി മാറി? RHS ആയി മാറി. നമുക്ക് എന്ത് എഴുതാം? ഹെൻസ് പ്രൂവ്ഡ്. റെഡിയാണെന്ന് വിചാരിക്കണം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇവിടെ നമ്മൾ എഴുതിയെടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു നോട്ട് ഞാൻ കൺസിഡർ ചെയ്യാണ്. അടുത്ത പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ട്. ഹിയർ A, B. Here A, B any two numbers. A, B എന്ന് പറഞ്ഞാൽ ആരാണ്? ഏതെങ്കിലും രണ്ട് നമ്പറുകളാണെങ്കിൽ we can write, ഇവിടെ നമുക്ക് എന്ത് എഴുതാം? റൂട്ട് ഓഫ് എ ഇൻറ്റു റൂട്ട് ഓഫ് ബി. രണ്ട് നമ്പറും പോസിറ്റീവ് ആണെങ്കിൽ ഇതിനെ നമുക്ക് ഡയറക്റ്റ് റൂട്ട് ഓവർ എ ബി എന്ന് എഴുതാം. വൺസ് മോർ എക്സാമ്പിൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 9 ഇൻറ്റു റൂട്ട് 4, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 9 ഇൻറ്റു റൂട്ട് 4 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 9 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 9 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 36 ഈക്വൽ ടു 6 ആണ് ഇതിന്റെ ആൻസർ. കുഴപ്പമില്ല. ഈ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യും. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3 ആണ്, ഇൻറ്റു എഴുതി. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ റൂട്ട് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരായി മാറി? റൂട്ട് 4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 4 ഇൻറ്റു റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. ദാറ്റ് ഇസ് ട്രൂ. ക്ലിയർ. വൺ മോർ എക്സാമ്പിൾ. അടുത്തൊരു എക്സാമ്പിൾ എഴുതി. റൂട്ട് 16 ഇൻറ്റു റൂട്ട് ഓവർ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് നമുക്ക് നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. റൂട്ട് ഓഫ് 16 ഇൻറ്റു 4 ഈക്വൽ ടു റൂട്ട് ഓഫ് 16 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 32, ദാറ്റ് ഈസ് ഈക്വൽ ടു 64. ഉള്ളിൽ റൂട്ട് ഈക്വൽ ടു ആരായി? 8 ആയി. കുഴപ്പമില്ലല്ലോ. ഇനി ഇവിടെ ഒന്ന് പറ, 16ന്റെ സ്ക്വയർ റൂട്ട് 4. ഇവിടെ നിന്ന് പറ 4 എന്ന് പറഞ്ഞാൽ 2, 4 ഇൻറ്റു 2 ഈക്വൽ ടു ആരായി? 8. ഈ രണ്ട് വാല്യൂ സെയിം. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, സ്ക്വയർ റൂട്ട് ഓഫ് പോസിറ്റീവ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് പോസിറ്റീവ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ ബി എന്ന് എഴുതാം. സ്ക്വയർ റൂട്ട് ഓഫ് എ ബി അല്ലെങ്കിൽ റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബി എന്ന് എഴുതാം. അടുത്ത കൺസെപ്റ്റ് ഇവിടെ എഴുതാൻ പാടില്ലാത്തൊരു മോഡലാണ് റൂട്ട് ഓഫ് -a ഇൻറ്റു റൂട്ട് ഓഫ് -b എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാൻ പാടില്ല? മൈനസ് ഓഫ് എ ഇൻറ്റു ബി എന്ന് എഴുതാൻ പാടില്ല. റെഡി? ഇത് തെറ്റാണ്. റീസൺ ഞാൻ പറഞ്ഞുതരാം മക്കളെ. റൂട്ട് -9 എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് 9 ഇമാജിനറി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3i എന്നാണ് ഈ ശരിക്കും ഇതിനെ ഡിനോട്ട് ചെയ്യല്. അപ്പൊ പിന്നെ നമുക്ക് ഇവിടെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ. ക്ലിയർ അല്ലേ? റൂട്ട് -4 എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, റൂട്ട് 4i ദാറ്റ് ഈസ് ഈക്വൽ ടു 2i, റൈറ്റ്? ഇത് രണ്ടും സെയിം ആയി. അങ്ങനെയാണെങ്കിൽ
ഞാൻ ഇവിടെ എഴുതുന്നത് ശ്രദ്ധിക്കുക. -9 ഇൻറ്റു √(-4) എന്ന് എഴുതിയാൽ എനിക്ക് ഉത്തരം ഇവിടെ -4 ഇൻറ്റു എന്ത് എഴുതാം 9 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം √-36 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ √36 മീൻസ് ആരായി മാറി? √36 എന്ന് പറഞ്ഞാൽ that is equal to 6i എന്ന് എനിക്ക് എഴുതിയത് തെറ്റാണ്. കാരണം ഇവിടെ ഈ രണ്ട് നമ്പറുകളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 3i into 2i that is equal to 3 into 2 into i into i that is equal to 3 into 2 എന്ന് പറഞ്ഞാൽ അത് ആരായി മാറി? 3 into 2 yes 3 into 2 എന്ന് പറഞ്ഞാൽ 6i, i into i എന്ന് പറഞ്ഞാൽ -1i that is equal to -6 ആണ്. ഇത് രണ്ടും ഡിഫറെന്റ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഒരു കൺസെപ്റ്റ്, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എനി നമ്പർ വി ക്യാൻ റൈറ്റ്. പക്ഷെ ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം, √-a into 0 എന്നാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം √0. കുഴപ്പമൊന്നുമില്ല, തെറ്റല്ല. കാരണം ഒന്ന് 0 ആണല്ലോ, വലിയ ബുദ്ധിമുട്ടില്ല. ഇത് നോട്ടിൽ എഴുതി വെക്കണം. നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലം ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫോളോവിങ്. ഒന്നാമത് ചോദ്യം 1 + i all raised to 5 into 1 - i all raised to 5 explain the fallacy -1 is equal to. ഇതിലുള്ള ഫാലസി എന്താണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അടുത്തത് ഇവാലുവേറ്റ്, ഇതിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണം. അടുത്തത് യെസ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് i raised to 592 plus i raised to 590 plus i raised to 588 plus i raised to 586 plus i raised to 584 divided by i raised to 582 plus i raised to 580 plus i raised to 578 plus i raised to 576 plus i raised to 574 -1. ഫസ്റ്റ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ഞാൻ എഴുതി ഓപ്ഷൻസ് ഇങ്ങനെ ഡിനോട്ട് ചെയ്തു. എന്റെ വാല്യൂ -1 -2 -3 -4. ഇതൊക്കെ ശരിക്കും ഇതിൻ്റെ ഇതാട്ടോ, ഇതിൻ്റെ ചിഹ്നമാണ്. നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം 1 + i all raised to 5 into 1 - i all raised to 5. ഇവിടെ നമുക്ക് അറിയുന്ന ഒരു കൺസെപ്റ്റ് ആണ് a raised to n into b raised to n എന്ന് പറഞ്ഞാൽ a b all raised to n എന്ന് എഴുതാം. a raised to n into b raised to n എന്ന് പറഞ്ഞാൽ a b all raised to n ആണ്. ഇനി ഞാൻ അറിയുന്ന ഒരു കാര്യം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാണ്. a + b into a - b എന്താ? a + b into a - b എന്ന് പറഞ്ഞാൽ a² - b². ഇറ്റ് ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. അത് വെച്ച് ഇവിടെ ഒന്ന് പറഞ്ഞേ. ഇത് നമുക്ക് ടോട്ടലി എങ്ങനെ എഴുതാം? സെയിം പവറുകളല്ലേ മൊത്തത്തിൽ എഴുതി. a all raised to n b all raised to n എന്നുള്ള മോഡലാണ്. അപ്പൊ ഞാൻ ഇതിനെ എങ്ങനെ എഴുതാണ്? 1 + i into 1 - i all raised to 5 എന്ന് എഴുതി. 1 - i all raised to 5. ഓക്കെ, റെഡി അല്ലേ? കുഴപ്പമില്ലല്ലോ. ഈക്വൽ ടു a + b into a - b. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ആള്, ഇവിടെ പുറത്ത് 5 ഉണ്ട്, പവറിലുണ്ട്. ഉള്ളിലുള്ള ആൾ ആരായി മാറി? a² - b². ശരിയല്ലേ? a² - b². അപ്പൊ 1 - i² മോഡലായി. 1ന്റെ സ്ക്വയർ 1, i² എന്ന് പറഞ്ഞാൽ -1 അല്ലേ? -1 കൂടി ഇത് ആരായി? 2 ആയടാ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായി മാറി? ഇതിനുള്ളിൽ 2 ആയി, 2ന്റെ പവർ 5 ആയി. 2ന്റെ പവർ 5 ആയാലും അത് ശരിക്കും ആരാള്? ദാറ്റ് ഈസ് ഈക്വൽ ടു 32. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിലെ തെറ്റ് കണ്ടെത്താനാണ്. ഇതിലെ തെറ്റെന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണ്. കാരണം നമ്മൾ അവിടെ നോട്ടിൽ എഴുതിയിട്ടുണ്ട് -a into -b നോട്ട് ഈക്വൽ ടു ആണ് -ab എന്നുള്ളത്. ഇവിടെ അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഹിയർ ഈസ് ദ ഫാലസി. ഫാലസി എന്ന് പറഞ്ഞാൽ തെറ്റ്. ഇതിലെ തെറ്റ് എന്താണ്, ഇതിലെ ഫോൾസ് എന്താണെന്ന് കണ്ടെത്തുക. ഇതിൽ എഴുതിയിട്ടുള്ള ഈ സ്റ്റെപ്പ് ഫോൾസ് ആണ്, അത്ര മാത്രമേ ഉള്ളൂ. ആൻസറായി, വേറെ ഒന്നുമില്ല. √-25 into √-36. അടുത്ത ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യാനാണ്. എടാ, ഈ √-25 എന്ന് പറഞ്ഞാൽ അത് √25i അല്ലേ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു √25 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എന്താ? √25 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 5i എന്നാണ്. അടുത്തത് √-36 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എന്താ? √36i ആണ്. അങ്ങനെയാണെങ്കിൽ അത് 6i ആണ്. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് 6i ആണ്. അപ്പൊ നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? ഒന്ന് മാറ്റി എഴുതുന്ന രീതി പറഞ്ഞേ. √-25 into
റൂട്ട് ഓഫ് -36നെ എനിക്ക് എങ്ങനെ മാറ്റിയതാ? റൂട്ട് ഓഫ് -25 എന്ന് പറഞ്ഞാൽ 5i ഇൻറ്റു റൂട്ട് ഓഫ് -36 എന്ന് പറഞ്ഞാൽ 6i ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 6 ഇൻറ്റു i ഇൻറ്റു i. i ഒക്കെ ഒരു വേരിയബിൾ ആട്ടോ, അതിനൊക്കെ നേരെ മൾട്ടിപ്ലൈ ചെയ്യാം. i ഇൻറ്റു i എന്ന് പറഞ്ഞാൽ അത് i² അല്ലേ? i² വാല്യൂ -1. വി നോ ദാറ്റ് മൈനസ് ഓഫ് 5 ഇൻറ്റു 6 ദാറ്റ് ഈസ് 30. അടുത്തൊരു ചോദ്യം നോക്കാം. വളരെ ഈസി ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കുറെ പവറുകൾ കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു പേടി വരാമെന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഈസി ആയ ക്വസ്റ്റ്യനാണ്, വളരെ വളരെ ഈസി ആയ ഒരു ചോദ്യമാണ്. ഇത് നമുക്ക് എഴുതുകയാണ്. ഇതിൽ ഏറ്റവും ചെറിയ ആളാരാ? ന്യൂമറേറ്ററിൽ ഏറ്റവും ചെറിയ. ഇവിടെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യരുത് കേട്ടോ. ഇതിലൊന്ന് ക്രോസ് കാരണം നമ്മളിപ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ എഴുതുന്ന രീതി a - b - 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയായിട്ട് എഴുതും. ഇതിനാണ്ട് കൊണ്ടുപോയിട്ടാണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ചെയ്യല്ലേ. അതിന്റെ പവറിനൊന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം ഫസ്റ്റ് നമ്മൾ അതൊന്ന് നോക്കുക. എന്നിട്ട് പറ്റണില്ല എന്ന് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം? പഴയ രീതിയിൽ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ഇവിടെ I⁻584 ഇൻറ്റു ഇവിടുന്ന് എല്ലാറ്റും I⁻584 കൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് 84 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? ദെൻ I�8 റെഡി പ്ലസ് I⁻590 ആണ്. അപ്പൊ എന്തായി? I⁻6 പ്ലസ് അടുത്തത് I⁻580 ദാറ്റ് ഈസ് 4 ആണ് പ്ലസ് I⁻2i പ്ലസ് I⁻584 നിന്ന് I⁻584 പോകുന്ന ബാക്കി പിന്നെ 1 ഉണ്ടാവുള്ളൂ, ബാക്കി ആരും ഉണ്ടാവില്ല അവിടെ. ക്ലിയർ? ഇവിടെ റെഡ്യൂസ് ചെയ്ത് മനസ്സിലായല്ലോ. ആ താഴെ ഇവിടെ ഏറ്റവും ചെറിയ ആള് കൺസെപ്റ്റ് ആണ്. ഐയുടെ കൂടുതൽ പവറുകൾ വന്നാൽ ഏറ്റവും ചെറിയ ഐനെ പുറത്തേക്ക് എടുക്കുക. ഏറ്റവും ചെറിയ I⁻574 സ്ക്വയർ ബ്രാക്കറ്റ് എഴുതി. ബാക്കി മൊത്തം പുറത്തേക്ക് എടുക്ക്. 574 82 വന്ന ബാക്കി ആരായി? I⁻8 പ്ലസ് അടുത്തത് I⁻586 ദാറ്റ് ഈസ് I⁻6 പ്ലസ് 78ഉം 74ഉം 78ഉം കൂടി I⁻4 പ്ലസ് I⁻76 ദാറ്റ് ഈസ് ഈക്വൽ ടു I⁻2 പ്ലസ് ആരായി? 1 ആയി മാറി. ഓക്കെ, ദാറ്റ് ഈസ് -1 അപ്പുറത്തുണ്ട് കേട്ടോ, -1. ഇതിൽ ഏതെങ്കിലും കോമൺ എലമെന്റ് ഉണ്ടോ? കോമൺ എലമെന്റ്സിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, എന്നാൽ അത്രയും വെയിറ്റ് കുറഞ്ഞു കിട്ടും. I⁻8 യെസ്, ദീസ് ആർ ദ കോമൺ ടേം, വി ക്യാൻ ക്യാൻസൽ ദീസ്. അപ്പൊ ഞാൻ എഴുതി I⁻584 എഴുതി ഡിവൈഡഡ് ബൈ I⁻574 എഴുതി -1 എഴുതി ഈക്വൽ ടു ഇവിടെ ഒന്ന് പറഞ്ഞേ, ഇവിടെ ഒന്ന് പറയണം കേട്ടോ. I⁻584നെ 574 ഇൻറ്റു I⁻10 എന്ന് എഴുതാം. അപ്പോൾ 84 കറക്റ്റ് ആയില്ലേ? 5I⁻574 -1 I⁻74 ക്യാൻസൽ. ബാക്കിയുള്ള ആള് I⁻10 -1. ഈ 10 നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 2 പ്ലസ് എന്ത് എഴുതാം? 2 എന്ന് എഴുതാം. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പൊ ഞാൻ I⁻4 ഹോൾ സ്ക്വയർ ഇൻറ്റു I². ഇവിടെ 2 അല്ലേ? അപ്പൊ I² റെപ്രസെന്റ് ചെയ്തു. -1 ഈ വാല്യൂ 1 ആണ്, നോക്കണ്ട. അപ്പൊ I² എന്ന് പറഞ്ഞാലേ -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു -2. B is the right answer. റെഡി? അപ്പൊ ഇത്ര ടോപ്പിക്സുകളാണ് നമ്മൾ എവിടെ ഉള്ളത്? ഐയുടെ പവറിലുള്ളത്. ഐയുടെ നമുക്ക് ഡിഫറെന്റ് പവറുകളായിട്ട് അതിന്റെ വാല്യൂ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താം. 4നേക്കാൾ വലിയ ഏതൊരു പവർ ആണെങ്കിലും അതിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? എടാ അതിന്റെ വാല്യൂ ഏതാണെങ്കിലും 4ന്റെ ലാംഗ്വേജിക്ക് എഴുതുക. കാരണം 4ന്റെ പവർക്ക് എഴുതി കഴിഞ്ഞാൽ അതൊക്കെ എന്തായിക്കോളും? ക്യാൻസൽ ആയി പോയിക്കോളും.